നിയന്ത്രണങ്ങളുണ്ട്. 12 മണിക്ക് തന്നെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നതടക്കം, പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ടുള്ള പോലീസ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള നിരവധിയായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേരും വീടുകളിലുണ്ടാകും. വൈകിട്ടോടുകൂടി തന്നെ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്ക് തന്നെ നഗരത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് ക്രമസമാധാന പ്രശ്നം ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 1500-ലധികം പോലീസുകാരെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വാഹന പരിശോധന, പ്രധാനമായും വാഹന പരിശോധന വിവിധയിടങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധയിടങ്ങളിൽ വാഹന പരിശോധന ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം വീഥി. അവിടെ പ്രത്യേക ക്രമീകരണം തന്നെ ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഷാഡോ പോലീസൊക്കെ അവിടെ ഉണ്ടാകും. കാരണം സ്ത്രീകളും പെൺകുട്ടികളടക്കമുള്ള അവർ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വനിതാ പോലീസുകാരെ ഉണ്ടാകും. അവർ മഫ്തിയിലായിരിക്കും. അതിനൊപ്പം പിങ്ക് പോലീസ് യൂണിഫോമിൽ തന്നെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഇവരുടെ സുരക്ഷയ്ക്കായി ഉണ്ടാകും. അങ്ങനെ യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ഈ പോലീസിന്റെ ഒരുക്കങ്ങൾ ഉണ്ടാകുക. അതിനൊപ്പം ഈ പുതുവത്സരത്തിന് എല്ലായിടത്തും കാണുന്നതാണ് DJ പാർട്ടികൾ. അത് ചില ക്ലബ്ബുകളും അതുപോലെ ഹോട്ടലിലൊക്കെയും ഈ DJ പാർട്ടികൾ ഉണ്ടാകും. ഈ DJ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എത്തുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നുള്ള കാര്യം പോലീസ് എല്ലാ ഈ DJ പാർട്ടികൾ നടക്കുന്ന ഇടങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, നോട്ടീസായി തന്നെ നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ CCTVകൾ അവിടെ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ഈ നോട്ടീസിൽ ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനൊപ്പം ഇവിടങ്ങളിൽ ഈ DJ പാർട്ടി നടക്കുന്ന ഇടങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ ഹോട്ടൽ ഉടമകളോ മറ്റാരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിനെയോ എക്സൈസിനെയോ അറിയിക്കാൻ. നേരത്തെ എക്സൈസ് വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. കടലിലടക്കം ഈ ബോട്ടുകളിൽ ചില ഇടങ്ങളിൽ ബോട്ടുകളിൽ ഈ DJ പാർട്ടി അല്ലെങ്കിൽ ഈ പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പുറംകടലിലടക്കം എക്സൈസിന്റെ പ്രത്യേക പരിശോധന ഉണ്ടായിരുന്നു. എന്തായാലും ഈ സൗണ്ട് ഓപ്പറേറ്റർമാർക്കടക്കം ഈ പലയിടങ്ങളിലും DJയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് മാനവീയ വീഥിയിലടക്കം ഈ സൗണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സൗണ്ട് ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു കാര്യം കൂടി അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം ബീച്ചുകൾ തിരുവനന്തപുരത്ത് പ്രധാനമായും ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖമുണ്ട്, കോവളം, വർക്കല ഇടങ്ങളിലൊക്കെയുണ്ട്. ഇവിടെയൊക്കെ 12 മണിക്ക് ശേഷം, പുലർച്ചെ 12 മണിക്ക് ശേഷം ഇത്തരത്തിൽ പ്രവേശനം അല്ലെങ്കിൽ അവിടെ തങ്ങാനുള്ള അനുമതിയില്ല. 12 മണിയോടുകൂടി തന്നെ എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനൊപ്പം ഈ ഹോട്ടലിൽ DJ 12:30 ശേഷം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതും നേരത്തെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആ തരത്തിൽ കൃത്യമായി എല്ലായിടങ്ങളിലും ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരുക്കങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിൻ്റെയും ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിൻ്റെയും നേതൃത്വത്തിൽ അത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. റൂറൽ പ്രദേശങ്ങളിൽ ആഘോഷങ്ങൾ കുറവാണ്, എന്നാലും അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അവിടെ റോഡ് ചുറ്റി എല്ലാം പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. എന്തായാലും തിരുവനന്തപുരം പുതുവർഷത്തെ വരവേൽക്കാൻ സജ്ജം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണ്. വൈകിട്ടോടുകൂടി തന്നെ സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബത്തോടൊപ്പവും തന്നെ എല്ലാവരും ഈ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ആഘോഷവും അല്ലെങ്കിൽ ആദ്യ ഷോപ്പിംഗ് നടത്തിയൊക്കെ തന്നെയും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, ഭൂരിപക്ഷം പേരും വീടുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം അടക്കമുണ്ടാകും. ആ തരത്തിൽ എന്തായാലും പോലീസ് കൃത്യമായി ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അനുരാഗ്, നേരത്തെ തിരുവനന്തപുരത്ത് ഈ ഓണവാരാഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ലൈറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ, വർണ്ണാഭമായ കാഴ്ചകളൊക്കെ രാത്രിയിൽ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ആഘോഷങ്ങൾ ഏതായാലും അതിലുണ്ടാകാറുണ്ട്. ലൈറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നഗരമാകെ ദിവാലങ്കൃതമായി നിൽക്കുന്ന വളരെ സന്തോഷമുള്ള കാഴ്ചകളൊക്കെയുമുണ്ട്. അനുരാഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവധി ദിവസങ്ങളാണ്, ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ ഈ ഒരു തിരക്കൊക്കെയും നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ?
തീർച്ചയായും കനകക്കുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, അതിനൊപ്പം തന്നെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ കഴിഞ്ഞ ദിവസം അവിടെ കാലുകുത്താൻ സ്ഥലമില്ലാത്ത തരത്തിലാണ് അവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ മാനവീയം വീഥി നൈറ്റ് ലൈഫിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കനകക്കുന്ന്. രണ്ടാമത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ തിരക്ക് എന്തായാലും ഉണ്ടാകും. ബീച്ചുകളിലൊക്കെ കഴിഞ്ഞ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശംഖുമുഖത്തും കോവളത്തും വർക്കല ബീച്ചിലൊക്കെയും വലിയ തിരക്കുണ്ട്. ഫ്ലോട്ടിംഗ് ഇതൊക്കെ അവിടെ ഉണ്ട്, വർക്കലയിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ എല്ലാ ആഘോഷത്തെ വരവേൽക്കാൻ അല്ലെങ്കിൽ കാഴ്ചയുടെ വിസ്മയം തേടി പലയിടങ്ങളിലും ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ആഘോഷം ഏതായാലും കാഴ്ചയുടെ വിസ്മയം അത് തീർച്ച തന്നെയാണ്. ആ തരത്തിൽ ഉള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് എന്തായാലും നഗരസഭയുടെയും മറ്റ് ടൂറിസം വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലായിടങ്ങളിലും ആ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വൈകിട്ടോടുകൂടി തന്നെ ഇതൊക്കെ തേടി ഇതൊക്കെ ആസ്വദിക്കാനും അല്ലെങ്കിൽ പുതുവർഷത്തെ വരവേൽക്കാൻ കാഴ്ചയുടെ വിസ്മയം തേടി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. ആ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. അതനുസരിച്ചുള്ള വലിയ തിരക്ക് തന്നെ ഇന്നും ഉണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.